നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. അതിജീവിത കേസിന്റെ വിധിന്യായം പുറത്തു വന്നിട്ട് 2 ദിവസമായി. ഇന്നലെ ആദ്യമായി അവൾ തന്റെ പഴുത്തു വിങ്ങുന്ന മനസ്സ് തുറന്നു. ആ മനസ്സിൽ മുഴുവൻ തീയാണ്. രോക്ഷത്തിന്റെ തീ, പ്രതിഷേധത്തിന്റെ തീ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പറ്റിയുള്ള വേവലാതിയുടെ തീ. ആ തീച്ചൂടിൽ ആദ്യമായവൾ പ്രതികരിച്ചു. എന്റെ മൗലിക അവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഒരേപോലെയല്ല നീതി. അവളുടെ ആദ്യ പ്രതികരണം കേട്ട് സമൂഹം നടുങ്ങുന്നു. കാരണം വിധിന്യായം അങ്ങനെയായിരുന്നു. അതിജീവിതയുടെ മൊഴികൾ വിശ്വാസത്തിലെടുത്തതായി ആ വിധിന്യായത്തിൽ കണ്ടില്ല. പ്രോസിക്യൂഷനെ കുറ്റവിചാരണ ചെയ്യുന്ന ഒരു വിധിന്യായമായിരുന്നത്. പ്രതികളുടെ തറവാടിത്വം, കുടുംബ പശ്ചാത്തലവും പ്രായവും നോക്കിയുള്ള ഒരു വിധിയായിരുന്നത്. കാട്ടുകഴുകന്മാർ ശവം കൊത്തിത്തിന്നുന്നത് പോലെ ഒരു പെണ്ണിനെ ഒരു കൂട്ടം മനുഷ്യക്കഴുകന്മാർ ശരീരം കൊത്തിപ്പറിച്ചിട്ട് മിനിമം ശിക്ഷയാണ് ആ കാട്ടാളന്മാർക്ക് ലഭിച്ചത്. ഇതിലും ലഘുവായ ഒരു ശിക്ഷ നൽകാൻ ഇന്ത്യൻ ന്യായ സംഹിത അനുവദിച്ചിരുന്നുവെങ്കിൽ അതിനും തയ്യാറാകുന്ന ഒരു വിധിന്യായമായിരുന്നത്. അത് കണ്ടിട്ട് എനിക്കും ആശങ്കയുണ്ട്. കാരണം ഞാനും ഒരു പെണ്ണാണ്. മജ്ജയും മാംസവുമുള്ള പെണ്ണ്, സ്നേഹവും രോക്ഷവുമുള്ള പെണ്ണ്. ഇന്ന് ഞാനൊരു മകളാണ്, നാളെ ഭാര്യയാകും, ഭാവിയിൽ അമ്മയുമാകും. എനിക്കും എൻ്റെ അനന്തര തലമുറയിൽപ്പെട്ട പെണ്ണുങ്ങൾക്കും ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കണം. അത് ഓർക്കുമ്പോൾ അതിജീവിതയെ പോലെ തന്നെ ഈ വിധിന്യായം എന്നെയും ആശങ്കപ്പെടുത്തുന്നു. അതിജീവിതയ്ക്കുണ്ടായിരുന്നത് 2 അഡ്വക്കേറ്റുമാരായിരുന്നു. മറ്റ് 6 പ്രതികൾക്ക് ഈ 2 അഡ്വക്കേറ്റുമാരും 8ാം പ്രതിക്ക് 20 അഡ്വക്കേറ്റുമാരും ഉണ്ടായിരുന്നു. 7 പ്രതിഭാഗം വക്കീലന്മാർ ഒരു സ്ത്രീയെന്നോ മനുഷ്യനെന്നോ ഉള്ള പരിഗണന പോലും കൊടുക്കാതെ ഒരേ സമയം മാറി മാറി അതിക്രൂരമായി പിച്ചുചീന്തി അപമാനിച്ചപ്പോൾ പലതവണ അവൾ പൊട്ടിക്കരഞ്ഞതായി അവൾ പറയുന്നുണ്ട്. അവിടെ അവളുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുകയല്ലായിരുന്നോ? കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് 3 തവണ ആക്സസ് ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട്. കണ്ടാൽ മാത്രം ഹാഷ് വാല്യൂ മാറില്ലെന്നും എഡിറ്റ് ചെയ്താലേ അങ്ങനെ സംഭവിക്കൂ എന്നും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ IT ഉപദേശകനായിരുന്ന ജോസഫ് C. മാത്യു ഒരു ചാനലിൽ പറയുന്നതും കേട്ടു. ഇത് ശരിയെങ്കിൽ ഇല്ലീഗലായി എന്തൊക്കെ ചെയ്തു? ആര് ചെയ്തു? ആർക്കു വേണ്ടി ചെയ്തു? അന്വേഷണവും വിചാരണയും വേണ്ടേ? 8ാം പ്രതിയുടെ ഫോൺ CC ചെയ്യാൻ പോലീസ് ശ്രമിച്ചപ്പോൾ പ്രതി അതിന് വഴങ്ങാതിരിക്കുകയും തന്റെ ഫോൺ തനിക്കിഷ്ടമുള്ള സ്വകാര്യ ഫോറൻസിക്കിലേക്ക് അയക്കുകയും അതിലെ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്ത ശേഷം സമർപ്പിക്കും വരെ കോടതി കാത്തിരിക്കുന്നത് ഇവിടെ നടക്കുന്ന 2 നീതിയല്ലേ? ഇതുപോലെ പല സംഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി നിയമിച്ച 2 അഡ്വക്കേറ്റുമാർ ആത്മാഭിമാനം രക്ഷിക്കാനായി ഓടി രക്ഷപ്പെട്ടതായാണ് പറഞ്ഞു കേൾക്കുന്നത്. 3ാമതായി എത്തിയ അഡ്വക്കേറ്റ് അജകുമാറിനെ തല്ലാനായി പ്രതിഭാഗം വക്കീൽ ഒരു തവണ ഓടിയെടുത്തതായി അതിജീവിതയുടെ അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞു. ഇതൊക്കെ ശരിയാണെങ്കിൽ ചിലർക്കു മാത്രമുള്ള ചില നീതികളല്ലേ? കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്താനായി വിവിധ കോടതികളിലായി 8ാം പ്രതി 68 ഹർജികൾ നൽകിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. ഇതിനെ അതിജീവിക്കാനായി കേസ് നടത്താൻ അതിജീവിതയ്ക്ക് 78-80 ലക്ഷം രൂപ ചെലവായതായി അഡ്വക്കേറ്റ് മിനി പറഞ്ഞു. ഇതിനു മാത്രം ആസ്തി അതിജീവിതയ്ക്കുണ്ടോ? അതിജീവിതയ്ക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാനായെങ്കിലും എത്ര സാധാരണക്കാർക്ക് ഇതാകും? ഇവിടെ എല്ലാവർക്കും ഒരേ നീതിയല്ലെന്ന് അതിജീവിതയുടെ ആത്മവിലാപം അർത്ഥപൂർവമാകുന്നത് ഇവിടെയല്ലേ? ദുർബലർ കുടുങ്ങുകയും ശക്തർ വല പൊട്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്ന ചെലന്തി വലയായി ഇന്ത്യൻ ന്യായ സംഹിത മാറുന്നത് ഇവിടെയല്ലേ? നീതി നൽകിയാൽ മാത്രം പോരാ, ആഗ്രഹിച്ചവന് നീതി ലഭിച്ചെന്ന തോന്നൽ കൂടി ഉണ്ടാകണം. ഇത്രയുമൊക്കെ യുദ്ധം ചെയ്തിട്ടും നീതി ലഭിച്ചെന്ന തോന്നൽ അതിജീവിതയ്ക്കുണ്ടായിട്ടില്ല. അതിജീവിതയ്ക്ക് മാത്രമല്ല, ഈ സമൂഹത്തിനും അങ്ങനെ തോന്നുന്നില്ല. ഈ അവസരത്തിലാണ് അപ്പീലിന്റെ പ്രസക്തി. സർക്കാരും അതിജീവിതയും അപ്പീൽ നൽകുമെന്നാണ് അറിയുന്നത്. അപ്പീലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ റിപ്പോർട്ടർ ഗോപികല ഫോണിൽ ചെയ്യുന്നു. ഗോപിക, നമ്മളിന്ന് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. അതിജീവിത കേസിൽ ഈ ആഴ്ച തന്നെ അപ്പീൽ നൽകാനുള്ള ശ്രമത്തിലാണ് AG ഓഫീസ്. പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ബെഞ്ചിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. നിലവിലുള്ള തെളിവുകൾ ലൂപ്പ് ഹോളുകളൊന്നുമില്ലാതെ സമർപ്പിക്കാനും പുതിയ തെളിവുകൾ അവതരിപ്പിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം ഈ കേസിൽ അതിശുഷ്കാന്തി കാട്ടാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. സമൂഹം ഒന്നാകെ വിധിക്കെതിരെ ചിന്തിക്കുമ്പോൾ അപ്പീൽ ദുർബലമാകാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പീലിലെ ദൗർബല്യം കൊണ്ട് കേസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ഇമേജിനെ ബാധിക്കുമെന്ന തിരിച്ചറിവ് അപ്പീൽ ശക്തമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. സൂര്യനെല്ലി കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ വരെ അപ്പീൽ ഹൈക്കോടതി ശിക്ഷിച്ച സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസിൽ വിധി എങ്ങനെ വരുമെന്ന് ആർക്കും നിർണ്ണയിക്കാനാകില്ല. പൊതുവെ കേസ് കൊടുക്കുന്ന ലക്ഷണമാണ് ഗോപിക ഇപ്പോൾ കാണുന്നത്. അവൾക്കൊപ്പം എന്ന ടാഗ്ലൈൻ പേരാതെ അവർക്കൊപ്പം മനസ്സർപ്പിച്ചിരിക്കുന്ന അനേകായിരങ്ങൾക്കൊപ്പം
വിധി അറിയാൻ ഞാനും കാത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.